ARI എന്നുള്ള സംഘടന ഇതൊരു കമ്പനിയാണ്. ശരിക്കും ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള 2005 സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടനയാണ്. ഇത് ഒരു കമ്പനിയായി അതിൻ്റെ ഫിനാൻഷ്യൽ മേഖലകൾ വളർന്നതിന് വേണ്ടി വളർന്ന ഒരു കമ്പനിയാണ്. ARI റിലേറ്റഡ് ടു അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് മേഖലകളിലാണ് കൂടുതൽ പ്രവർത്തിച്ചു ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അതിൻ്റെ പ്രഖ്യാപനങ്ങൾ കൂടുതൽ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ചുവടുവെച്ചു. COVID-19 വന്ന് ഇന്ത്യ മുഴുവൻ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയ സമയത്താണ് അത് കൂടുതലും ചാരിറ്റി മേഖലയിലൂടെ കടന്നത്. ചാരിറ്റിയിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യാറുണ്ട്. ഞാൻ ആകസ്മികമായിട്ട് ഒരു പ്രത്യേക സമയത്ത് ARIയുമായിട്ട് കണക്ട് ചെയ്യാനിടയായി. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു ഇനീഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ ചാരിറ്റിയിലോട്ട് വ്യാപിപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചത്. അപ്പൊ ഇത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ പറവൂർ മേഖലയിൽ ആണ് എനിക്ക് ആദ്യമായി എൻ്റെ മനസ്സിൽ ഇത് അവതരിപ്പിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ എൻ്റെ സുഹൃത്തായ ജിതാത്തുമായിട്ട് സംസാരിച്ചപ്പോൾ പറവൂർ മേഖലയിൽ കേരള കോൺഗ്രസ് മീഡിയ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ഉള്ള ജീവിതത്തിന് ഒത്തിരി ആളുകളെ ഒത്തിരി പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ഒത്തിരി ആവശ്യക്കാരെ അറിയാവുന്നതുകൊണ്ട് ജിതത്താണ് ഇങ്ങോട്ട് ഇത് നടത്തണമെന്ന് ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ കുറച്ച് ചാരിറ്റി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഇവിടെ പ്ലാൻ ചെയ്തത്. ശരിക്കും ചാരിറ്റി എന്ന് പറയുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്കറിയാം വലിയ വലിയ കമ്പനികളെല്ലാം അല്ലെങ്കിൽ വലിയ വലിയ സംഘടനകളെല്ലാം ചാരിറ്റി മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒത്തിരി സംഘടനകളുണ്ട്. അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനിയും ഒത്തിരി പരിപാടികൾ സംഘടിപ്പിക്കാൻ പ്ലാനുണ്ട്. ഇവിടെ ഞാനിത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ്, കേരള കോൺഗ്രസ് മീഡിയ ബ്ലോക്ക് പ്രസിഡന്റ് ജിതത്ത്, പ്രവാസി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രദീപ് കമലാശൻ, കേരള കോൺഗ്രസ് മീഡിയ നിയുക്ത ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രീജ, ശശിധരൻ ചേട്ടൻ, എല്ലാവരും നമസ്കാരം. നെപ്പോളിയൻ ലോകം മുഴുവൻ കീഴടക്കിയ ധീരനായ ഒരു മനുഷ്യനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. നെപ്പോളിയൻ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം തന്റെ സൈന്യാധിപന്മാരെ വിളിച്ചു, തന്റെ ജനറൽമാരെ വിളിച്ചു. മരണത്തോട് മുഖാമുഖം കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് 3 അന്ത്യാഭിലാഷങ്ങളുണ്ട്. നമ്പർ 1, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ശരീരം വഹിക്കുന്നത് ഈ കൊട്ടാരം മുതൽ എന്റെ മരണം, അതായത് എന്റെ കുഴിയത് വരെ എന്റെ ശരീരം വഹിക്കുന്നത് മഹത്തായ രീതിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരായിരിക്കണം. 2, ഞാൻ എന്റെ ഈ കൊട്ടാരം മുതൽ എന്റെ ശവസംസ്കാരം നടത്തുന്ന സ്ഥലം വരെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സ്വത്തുക്കൾ എന്റെ സമ്പാദ്യങ്ങളുടെ വഴിയിൽ കിട്ടണം. 3, ഞാൻ മരിച്ച് എന്റെ ബോഡി തെരുവിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്റെ കൈകൾ രണ്ടും പുറത്തേക്കിടണം. അദ്ദേഹത്തിന്റെ മരണസമയത്ത് വളരെ ധീരനായ
ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണസമയത്ത് എല്ലാം കഴിയുന്ന അഹങ്കരിച്ചിരുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണസമയത്ത് ആഗ്രഹിച്ചത് ഇതായിരുന്നു. ഇതിന്